എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഞ്ഞിയും പയറുമാണ്. കഞ്ഞിയുടെ കൂടെ ഉണ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല പയറ് തോരനും കൂടെ ഒരു ചമ്മന്തിയും കാണിക്കുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. മലയാളികളുടെ ഒരു ഇഷ്ടവിഭവമാണ് കഞ്ഞിയും പയറും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോംബോയാണ്. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. കുതിർത്തി വെച്ചിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തി വെച്ചാൽ മതിയാവും. ഞാനിവിടെ കുതിർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുക്കറിൽ വേവിക്കുന്നതാണ് നല്ലത്. 3 മുതൽ 4-5 വിസിൽ വരെയൊക്കെ അടിക്കാം. മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കുക. അപ്പോഴേക്കും പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഓരോ കുക്കറിനും വ്യത്യാസമായിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഈ ഒരു പയർ തോരൻ തയ്യാറാക്കാൻ ഒരുപാട് വെന്തുടഞ്ഞ പയർ നല്ലതായിരിക്കില്ല. അതുകൊണ്ടൊന്ന് മീഡിയമായിട്ട് വെന്താൽ മതിയാവും. പയർ വേവുന്ന സമയം കൊണ്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാം. സാധാരണ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാൻ 1 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മാങ്ങ ഇഞ്ചിയാണ്. ചെറിയൊരു മാങ്ങയുടെ മണമുള്ള ഇഞ്ചിയാണ്. അപ്പോൾ അത് ഇല്ലാത്തവർ സാധാരണ ഇഞ്ചി ചേർത്താലും മതിയാവും. ആ ഒരു ഇഞ്ചി ഉണ്ടെങ്കിൽ നല്ലൊരു മണമാണ്. പച്ചമാങ്ങയുടെ മണമുള്ള ഇഞ്ചിയാണ്. അപ്പോൾ അത് നമുക്കിതുപോലെ ചമ്മന്തിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. എപ്പോഴും വിപ്പ് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിപ്പ് ചെയ്യുന്ന ഓപ്ഷനാണ് നല്ലത്. അതായത് മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. മിക്സിയിലെ ലെഫ്റ്റ് സൈഡിലേക്ക് വിപ്പ് ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ് ഒരു 2 പ്രാവശ്യം വിപ്പ് ചെയ്താൽ മതിയാവും. തേങ്ങ ചമ്മന്തി കല്ലിൽ അരയ്ക്കുന്ന ആ ഒരു കണക്കിന് നല്ലതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത്, പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് ഉടച്ചെടുക്കുക. കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ ചമ്മന്തി റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇത് ഈ കഞ്ഞിക്ക് മാത്രമല്ല, സാധാരണ ചോറിനും ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിവിടെ തയ്യാറാക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പൊടിയരിക്കഞ്ഞിയാണ്. കുറച്ചിടങ്ങളിലൊക്കെ കഞ്ഞിയുടെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. ഞാനിവിടെ വളരെ പ്ലെയിനായിട്ട് പൊടിയരി ഉപയോഗിച്ചിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം പൊടിയരി നല്ലതുപോലെ കഴുകി ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിക്കുമ്പോഴും ഈ ഒരു പൊടിയരി വേവിക്കാനും ഒരുപാട് സമയം ആവശ്യമില്ല. 2 വിസിലടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. മുഴുവൻ പ്രഷറും പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ കഞ്ഞി തയ്യാറായിട്ടുണ്ടാവും. പയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് 6-7 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ചതച്ചതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് തേങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് തേങ്ങ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഏകദേശം 1 കപ്പ് പയറിന് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്. വെന്തിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പയർ സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. പാനിൽ പയർ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുറച്ചുകൂടി പയറിന് എന്തായാലും വേവുണ്ടാവും. ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. തീ സിമ്മിലിട്ടതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും പയർ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്. 10 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം വറ്റി ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള പയർ തോരനായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും. കുറച്ചുകൂടി നേരം വെച്ച് കൊടുത്താൽ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ഒരു കോമ്പിനേഷൻ എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളതാണ്. അത്യാവശ്യം ഹെൽത്തി കോമ്പിനേഷനും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചുട്ടെടുത്ത പപ്പടം, അച്ചാർ, ഉടച്ചെടുത്ത കപ്പ, അതുപോലെ ചമ്മന്തിപ്പൊടി ഒക്കെ നമ്മൾ കഞ്ഞിയുടെ കൂടെ സെർവ് ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഈ ഒരു ചമ്മന്തിയും പയറും മാത്രമാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.